എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ കേക്കൊക്കെ വേണ്ടേ? അപ്പോൾ എല്ലാവരും പ്ലം കേക്ക് അല്ലേ ഉണ്ടാക്കുന്നത്. നമുക്കൊരു വെറൈറ്റി കേക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ഫസ്റ്റ് നമുക്ക് അപ്പോൾ ഗായ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു വേണ്ടാത്ത ഒരു ടൈപ്പ് ഇങ്ങനത്തെ പേപ്പർ നമ്മളിങ്ങനെ വിരിച്ച് വെക്കണം. അപ്പോൾ ഗായ്സ്, ഇനി നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാനുണ്ട് നമുക്ക്. ഇപ്പോൾ നമ്മൾ 1.25 കപ്പ് മൈദ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ 1.25 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് അരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇത് 3 വട്ടം ഇങ്ങനെ അരിച്ചെടുത്തിട്ട് കാണാം. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായി മിക്സ് ആവാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ഈ പൊടികളിലുള്ള ഈ ഇങ്ങനെ കട്ടകളൊക്കെ നമുക്കിങ്ങനെ വേർതിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ കട്ടകളൊക്കെ വേർതിരിച്ച് കിട്ടിയാൽ നമ്മുടെ കേക്കൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മളിത് 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബീറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ബീറ്ററും കൊണ്ടാണ് ബീറ്റ് ചെയ്യണത്. ബീറ്ററില്ലാത്തവർ വിസ്കും കൊണ്ടും സ്പൂണും കൊണ്ടൊക്കെ ബീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇതാ എഗ്ഗ് നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഷുഗർ ഇട്ടപ്പോൾ ഡയറക്റ്റ് അതിലേക്ക് കൊണ്ടുപോയി മിക്സ് ആക്കിയോണ്ടാണ്. അപ്പോൾ നമ്മൾ അത് ഓഫാക്കിയിട്ട് ഒന്നിങ്ങനെ ഷുഗറൊക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് പിന്നെ മിക്സ് ആക്കിയപ്പോൾ കുഴപ്പമില്ല. ഇനി നമുക്ക് 1/4 കപ്പ് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം, സാധാ ഓയിൽ. ഇനി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത എഗ്ഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മിക്സ് ചെയ്ത പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, പൊടികൾ. ഇനി നമുക്ക് ഇതൊന്ന് കുറേശ്ശെ നമുക്കിങ്ങനെ നമ്മളെ ഈ എഗ്ഗ് മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറേശ്ശെ ആദ്യം കുറച്ചിട്ടിട്ട് നമ്മൾ വിസ്കും കൊണ്ടാണ് നമ്മൾ മിക്സ് ആക്കണത്. അപ്പോൾ നമ്മളിതാ നമ്മുടെ പൊടികൾ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ വിസ്കും കൊണ്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഒരേ സൈഡിലേക്ക് ഇങ്ങനെ പതുക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇത് മിക്സ് ആക്കി എടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ കട്ട പിടിക്കുള്ളൂ, നമ്മുടെ കേക്ക് സോഫ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഇത് മിക്സ് ആക്കിയിട്ട് കാണാം. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്ററിൻ്റെ. നമ്മൾ ഒരു 2 സ്പൂൺ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് ഇത് മിക്സ് ആക്കാൻ. ഇനി നമുക്ക് ഇത് അപ്പോൾ നമ്മൾ ഇതാ 3 ബൗള് സെയിം അളവിലുള്ള 3 ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്ന കേക്ക് എന്താ വെച്ചാൽ 3 കളറുള്ള 3 ടേസ്റ്റുള്ള ഒരു കേക്ക്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഓരോ പെയറായിട്ട് വെച്ചിട്ടുണ്ട്. കളറും ഫ്ലേവറും ഒന്നിന്റെ ഒരു ഫ്ലേവർ ഒരു കളറും രീതിയിൽ. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ എസൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഇതിലേക്ക് ആഡ് ചെയ്യും, കളറ് ചേർക്കില്ല. അതേപോലെ വാനില എസൻസിന് കൊക്കോ പൗഡർ കളറായിട്ടുണ്ട്, ചോക്ലേറ്റ് കളറ്. റെഡ് ഫുഡ് കളർ എടുത്തിട്ടുണ്ട്, അതിന് ഫ്ലേവറായിട്ട് ടൈഗറിൻ്റെ ബട്ടർ സ്കോച്ച് എസൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് എല്ലാതും ഒന്ന് മിക്സ് ചെയ്തിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ബാറ്റേഴ്സ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ ഫ്ലേവർ പറഞ്ഞുതരാം. ഇതിൽ കൊക്കോ പൗഡറും പിന്നെ ഫ്ലേവറിനായിട്ട് നമ്മൾ വാനില എസൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ അതേ ബാറ്ററിൽ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല, പൈനാപ്പിൾ എസൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ റെഡ് ഫുഡ് കളറും പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു റൗണ്ട് മോൾഡ് എടുത്തിട്ടുണ്ട്. അതിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് എല്ലായിടത്തും നമ്മുടെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക്
നമുക്ക് ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു സ്പൂൺ ഈ ചോക്ലേറ്റ് ബാറ്റർ എടുത്തിട്ട് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഗൈസ് ഇത് ഒഴിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, അപ്പൊ അമ്മയാണ് ഇതിൽ എക്സ്പേർട്ട്. അപ്പൊ നമുക്ക് അമ്മേനെ കൊണ്ട് ഒഴിപ്പിക്കാം. അപ്പോൾ അതാ അമ്മയാണ് നമ്മൾ ഒഴിക്കുന്നത്. അടുത്തത് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളെ വൈറ്റ് കളറിലുള്ള നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് നമ്മളെ റെഡ് കളർ, ഒരു ലൈറ്റ് റെഡ് കളറുള്ള നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ ഫസ്റ്റ് ഒഴിച്ചത് ഇനി ചോക്ലേറ്റ്, അതിന് ശേഷം വൈറ്റ്, അതിന് ശേഷം റെഡ്, ഇതേപോലെ ഈ ബാറ്റർ ഫുള്ള് നമുക്ക് ഒഴിച്ചെടുക്കണം. അപ്പോൾ അത് ഒഴിച്ച് വരുമ്പോൾ നല്ല ടൈം പിടിക്കും. വെറുതെ എന്തിനാണ് നിങ്ങളെ ബോറടിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് ഇത് വേഗം റെഡി ആക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളിതാ നമ്മുടെ ബാറ്ററൊക്കെ ഒഴിച്ച് അടിപൊളി ഡിസൈനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഡിസൈൻ ഇട്ട് വെച്ചാൽ നമ്മുടെ ടൂത്ത് പിക്ക് വെച്ചിട്ടാണ്. ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇങ്ങനെ വരച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ എങ്ങനെയുണ്ട് ഡിസൈനൊക്കെ അടിപൊളിയല്ലേ. അപ്പോൾ നമുക്ക് ഇതിന് നമുക്കത് വേവിച്ചെടുക്കണം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു ഫ്രൈ പാൻ നമ്മളിത് അവിടെ, അപ്പോൾ നമ്മളൊരു പഴയ ഫ്രൈ പാൻ കുക്ക് ചെയ്യാനൊന്നും ഉപയോഗിക്കാത്തതാണ്. അപ്പോൾ നമ്മൾ ഇതിലാണെന്ന് നമ്മളെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിതൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചതാണ്. ഇതൊന്ന് ഹീറ്റായി വരട്ടെ, എന്നിട്ട് നമുക്ക് കേക്കിൻ്റെ ബാക്കി എല്ലാ പരിപാടിയും തീർക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളിതാ ഒരു ചെറിയൊരു ഒരു പാത്രം, സ്റ്റീൽ പാത്രം വെച്ചിട്ടുണ്ട്. എന്തിനാ വെച്ചാൽ നമ്മുടെ ബൗളിൻ്റെ അടിക്ക് നല്ല ഡയറക്റ്റ് ഹീറ്റ് തട്ടാതിരിക്കാനാണ്. ഡയറക്റ്റ് ഹീറ്റ് തട്ടിയാൽ നമ്മുടെ കേക്കിൻ്റെ അടി കരിയുള്ളൂ. അതുകൊണ്ടാണ്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഈ പാത്രം നമുക്ക് ഇതിൻ്റെ അടപ്പ് നമുക്ക് അടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു തുണിക്കഷ്ണോ ഇങ്ങനെ ഹോളുള്ള അടപ്പാച്ചാൽ നമുക്ക് ഒരു തുണിക്കഷ്ണോ പേപ്പർ കഷ്ണമൊക്കെ അങ്ങനെ ചുരുട്ടിയിട്ട് നമുക്ക് ഈ ഹോളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കണം. കാരണം എയർ പുറത്ത് പോകരുത്. ഓക്കെ, ഇനി നമുക്കൊരു 35 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് 35 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ ചെറിയ ഫ്ലെയിമിലാണ് നമ്മൾ ഇതിപ്പോൾ ബേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 35 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. നമ്മുടെ വെയിറ്റിങ്ങിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇത് കേക്കൊന്ന് ആറണം. അപ്പോൾ നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ രാവിലെ എടുക്കണത്. അപ്പോൾ നമുക്ക് നാളെ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കാണാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ച കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേക്ക്. ഗൈസ്, സൈഡിലൊക്കെ കണ്ടോ ആ ഡിസൈൻ, ഇങ്ങനെ ഈ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ഉള്ളിലും. അപ്പോൾ കണ്ടോ ഗൈസ്, അപ്പോൾ ഇതാ എൻ്റെ ഭംഗി കണ്ടില്ലേ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ട് കേക്ക്. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ കേക്ക് അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മളാ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ബൈ ഗൈസ്.